ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പൊളിറ്റി റിവിഷൻ സീരീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്, അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മുടെ 7th ഷെഡ്യൂൾ എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് പവർ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു, ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ എക്സാമ്പിൾക്ക് പൊളിറ്റി 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറ്. സോ എന്താണോ സിലബസ് തന്നിട്ടുള്ളത് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ പൊളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. പൊളിറ്റി വിഷമമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പൊളിറ്റി വളരെ എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാ എക്സാമിനും സ്കോർ ചെയ്യാനും സാധിക്കും. മിനിമം 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എല്ലാ എക്സാമിനും പൊളിറ്റി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരാറുമുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ചോദ്യങ്ങൾ കാണിച്ചിട്ട് പിന്നീട് അതിനെപ്പറ്റി പറയുന്ന ഒരു രീതിയിലാണ് ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 അങ്ങനെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരുപാട് സമയം ഒരു ടോപ്പിക്ക് പഠിക്കാതെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നില്ലേ, അതായത് ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എത്ര ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ആ ടോപ്പിക്കിനെ പറ്റി എത്ര ഡെപ്തിലാണ് PSC ചോദിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഓരോ ടോപ്പിക്കിനെ സമീപിക്കേണ്ടതും പഠിക്കേണ്ടതും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ ഇതിനെ പറ്റിയാ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയാ. ഓക്കെ, അതിനെപ്പറ്റി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാ, ഏത് കമ്മീഷൻ പ്രകാരമാണ് അത് വന്നത്, ഓക്കെ, അതിന്റെ ഉപദേശകൻ ആരായിരുന്നു, അല്ലെങ്കിൽ അതിലെ എത്ര മെമ്പേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ പ്രാവശ്യവും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. ക്ലാസ് ഈ ഒരു ടോപ്പിക്ക് തീരുമ്പോൾ നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. എല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കണ്ടന്റും ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. MN റോയ്, മാനവേന്ദ്രനാഥ് റോയ്, അതാണ് MN റോയ്. ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇദ്ദേഹം എപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? 1934 ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. MN റോയ് ഇടയ്ക്കിടെ ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഓക്കെ, സോ ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. അതിനുശേഷം 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചു. എപ്പോൾ? 1935. ഓക്കെ, ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 1935. ആദ്യം ആവശ്യപ്പെട്ടത് MN റോയ് ആണ്, മാനവേന്ദ്രനാഥ് റോയ്. ഓക്കെ, ഏത് പ്ലാൻ അനുസരിച്ചാണ് സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് എന്ത് രൂപീകരിച്ചത്? ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യനുകളിൽ വരാറുണ്ട്. ഓർത്തു വെച്ചോളൂ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഇത് വരുന്ന വർഷം എപ്പോഴാ? 1946. 1945 വേവൽ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വന്നത്. ക്യാബിനറ്റ് മിഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ചെയർമാൻ എന്ന് ഓർത്തിരിക്കുക, പെത്വിക് ലോറൻസ്. ഓക്കെ, പെത്വിക് ലോറൻസ്. ഓക്കെ, അതായത് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി ബ്രിട്ടനിലെ ഗവൺമെന്റ് ഇന്ത്യയിലോട്ട് 1946 അയച്ചതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത്. ഓക്കെ, അതിനെ മറന്നുപോകാൻ പാടില്ല. അതേപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായ ഡേറ്റ്, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കുറച്ച് ഡേറ്റുകൾ ഓർത്തു വെക്കണം. ഈ ഡേറ്റുകൾ ഇമ്പോർട്ടൻറ്റുമാണ്. ഇതെല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അതിൽ ഡേറ്റ് കാണാറുണ്ട് പലപ്പോഴായിട്ട്. സോ എപ്പോൾ രൂപീകരിച്ചു, എപ്പോൾ ആദ്യം സമ്മേളിച്ചു, എപ്പോഴൊക്കെ അവർ തീരുമാനങ്ങൾ എന്തൊക്കെ എടുത്തു, ഈ കുറച്ച് ഡേറ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കണം. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6. ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രൂപീകൃതമായ ഡേറ്റ് ഡിസംബർ 6. തുടക്കത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389 അംഗങ്ങൾ ടോട്ടൽ ഉണ്ടായിരുന്നു. 389. ഓക്കെ, അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി, അഥവാ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന എത്രയാ?
299 ആണ്, 299. തുടക്കത്തിൽ 389 ഉണ്ടായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 പേരാണ് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത്. അഥവാ 299 അംഗങ്ങളായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ എത്ര വനിതാ അംഗങ്ങൾ? 15 വനിതാ അംഗങ്ങൾ. ഈ വനിതാ അംഗങ്ങളുടെ നമ്പറും ഇമ്പോർട്ടന്റ് ആണ്, ഇതും സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ടോട്ടല് 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 അംഗങ്ങളായി അത് കുറഞ്ഞു. ആകെ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 15 വനിതാ അംഗങ്ങളും. ഓക്കെ, അതിൽ കേരളത്തിൽ നിന്നുള്ള 3 പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 3 വനിതാ അംഗങ്ങൾ, 3 ആൾക്കാരല്ല, 3 വനിതാ അംഗങ്ങൾ കേരളത്തിൽ നിന്ന്. ആരൊക്കെയാ? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി. ഓക്കെ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി. ഈ 3 പേരുകളിന് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു രൂപീകൃതമായ ഡേറ്റ് എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 6-നായിരുന്നു. ഓക്കെ, ആദ്യത്തെ സമ്മേളനം ഡിസംബർ 6-ന് രൂപീകൃതമായി. ഡിസംബർ 9-നാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ന്യൂഡൽഹിയിലാണ് നടന്നത്. ന്യൂഡൽഹി. ചില സ്റ്റേറ്റ്മെന്റുകളിൽ ഇതും തെറ്റിച്ച് തരാറുണ്ട്. ഓക്കെ, കാരണം ബ്രിട്ടീഷ് സമയത്ത് തുടക്കത്തിൽ ക്യാപിറ്റലായിരുന്ന കൽക്കത്തയായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ ആദ്യത്തെ സമ്മേളനം നടന്ന കൽക്കത്തയിലായിരുന്നു. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്. സോ ഡേറ്റ്, സ്ഥലം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന്. ഓക്കെ, ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് 1946 ഡിസംബർ 9-ന് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഓക്കെ, ആദ്യത്തെ സമ്മേളനം. ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു? 207 അംഗങ്ങളെ 207 അംഗങ്ങൾ പങ്കെടുത്തു. അതിൽ 9 വുമൺസ് ഉണ്ടായിരുന്നു. 9 വുമൺസ്. ഓക്കെ, ശരി. ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ അഥവാ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്നത് സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇദ്ദേഹമായിരുന്നു സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം, മൂത്ത ആള്. അപ്പൊ അദ്ദേഹമായിരുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ വഹിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓർത്തു വെക്കണേ, അദ്ദേഹം മുതിർന്ന ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമായിരുന്നു താൽക്കാലിക അധ്യക്ഷനായത് ആദ്യത്തെ സമ്മേളനത്തിലെ ഡിസംബർ 9-ന്. ഓക്കെ, ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം കഴിഞ്ഞ് രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 11-ന്. ഈ ഡേറ്റുകളെല്ലാം അടുത്തടുത്തുള്ള ഡേറ്റുകളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും. ആദ്യ സമ്മേളനം 9-ന്, രണ്ടാം സമ്മേളനം ഡിസംബർ 11-ന്. ഇതിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു അധ്യക്ഷൻ വന്നു. സ്ഥിരമായിട്ടൊരു അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അതാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, ഈ അധ്യക്ഷന്റെ പേര് പലപ്പോഴായി മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. മറ്റു പേരുകൾ നമുക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിര അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതേപോലെ 2 ഉപാധ്യക്ഷന്മാരും, HC മുഖർജിയും VT കൃഷ്ണമാചാരി. HC മുഖർജി, VT കൃഷ്ണമാചാരി, ഇങ്ങനെ 2 ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. ആര് തെരഞ്ഞെടുത്തു? രണ്ടാമത്തെ സമ്മേളനം എപ്പോ നടന്നു? ഡിസംബർ 11-ന്. ആദ്യ സമ്മേളനം എപ്പോ നടന്നു? ഡിസംബർ 9-ന്. ഓക്കെ, എപ്പോ ഫോം ചെയ്തു? ഡിസംബർ 6-ന്. ഓക്കെ, ഈ ഡേറ്റുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ. ഓക്കെ, മൂന്നാമത്തെ സമ്മേളനം, ഒന്നാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ സമ്മേളനം എപ്പോഴാ? 13-ന്. പിന്നെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് 9-ന് നടന്നു. 2 ദിവസം കഴിഞ്ഞു 11-ന് രണ്ടാം സമ്മേളനം, 13-ന് മൂന്നാമത്തെ സമ്മേളനം. ഓക്കെ, ഈ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞ ഒരു പേപ്പർ അവതരിപ്പിച്ചത്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, സോ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് മൂന്നാമത്തെ സമ്മേളനത്തിലാണ്. ഡേറ്റ് എപ്പോഴാ? 1946 ഡിസംബർ 13. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായി മാറിയത്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. ആമുഖത്തിനെ പറ്റി ഞാൻ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ആകണം, എങ്ങനെയാണ് സ്റ്റേറ്റ് സർവ് ചെയ്യേണ്ടത്, ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു അത്. അത് പിന്നീട് എപ്പോഴാ സഭ അംഗീകരിച്ചത്? 1947 ജനുവരി 22 കേട്ടോ. 1947 ജനുവരി 22-ന് സഭ അംഗീകരിച്ചു. ഇത് എന്തായി മാറി? നമ്മുടെ
പ്രിയാമ്പിൾ അഥവാ ആമുഖമായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ആദ്യ സമ്മേളനം, രണ്ടാം സമ്മേളനം, മൂന്നാം സമ്മേളനം, ഡേറ്റ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, അധ്യക്ഷൻ ആരായിരുന്നു എന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നിന്ന് പിന്നീട് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കമ്മിറ്റികളെ പറ്റി. അതായത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ കമ്മിറ്റിക്കും ഓരോ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ഓക്കെ, സോ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് കമ്മിറ്റികളെ പറ്റി നമുക്ക് പഠിക്കണം. അത് എപ്പോഴും ചോദ്യം വരാറുമുണ്ട്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എല്ലാ പ്രാവശ്യവും ചോദ്യം വരുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് രൂപീകരിച്ച ഡേറ്റ് ഓർത്തിരിക്കുക, 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29. അതേപോലെ ഇതിന്റെ ചെയർമാൻ അംബേദ്കർ ആണ്, ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വരണം അംബേദ്കർ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഈ കമ്മിറ്റിയിൽ അംബേദ്കർ അടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഓർക്കുക. എല്ലാവരുടെയും പേര് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അംഗങ്ങളുടെ എണ്ണം ഓർത്തു വെക്കുക, ഫോം ചെയ്ത ഡേറ്റ് ഓർത്തു വെക്കുക, ചെയർമാൻ ഓർത്തു വെക്കുക. ഓക്കെ, അംബേദ്കർ നിങ്ങൾ ആരും മറന്നു പോകാൻ പാടില്ല. പിന്നെ 7 അംഗങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക. അതിൽ കുറച്ച് പേരുടെ പേരെങ്കിലും നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക, എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിലും. KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, സയ്യിദ് മുഹമ്മദ് സാദത്തുള്ള, ഇങ്ങനെ ഈ പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഈ മെമ്പേഴ്സിന്റെ പേര് വന്നിട്ട് ഇതിലില്ലാത്ത ആരാന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. സോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പേരുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ യൂണിയൻ എന്നുള്ള വേർഡ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കുക? ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുക. നെഹ്റു ആണല്ലോ നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സോ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഒക്കെ നെഹ്റുവിന്റെ കയ്യിലാണെന്ന് ഓർക്കുക. ഓക്കെ, നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. സോ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഒക്കെ നെഹ്റുവിന്റെ കയ്യിലാണെന്ന് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇത് ആരുടെയാ? പട്ടേലിന്റെയാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ പട്ടേൽ. ഈ പ്രൊവിൻഷ്യൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ, അതായത് സംസ്ഥാനങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് പങ്കുവഹിച്ച ഒരാളാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. സോ ഈ പ്രൊവിൻസസിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ വളരെയധികം എഫേർട്ട് ഇട്ട ആളാണ് പട്ടേൽ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. പ്രൊവിൻഷ്യൽ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാ? സർദാർ പട്ടേലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അദ്ദേഹമാണ് നമ്മുടെ പ്രൊവിൻസിനെ എല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചു കൊണ്ടുവന്നത്. സോ ആ രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പട്ടേലിന്റെ മറ്റൊരു കമ്മിറ്റിയാണ് മൗലികാവകാശ കമ്മിറ്റി. ഓക്കെ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള അറിയപ്പെടുന്ന ആളായിരുന്നു സർദാർ പട്ടേൽ. സോ നമ്മുടെ മൗലികാവകാശങ്ങളുടെയൊക്കെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ പട്ടേലാണെന്ന് ഓർക്കുക. അതേപോലെ പ്രൊവിൻഷ്യൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതും ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഈ പ്രൊവിൻഷ്യൽസ് എല്ലാം കൂടി ചേർത്ത് ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതിൽ പട്ടേൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആ ഒരു കമ്മിറ്റി ഓർത്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി ആരായിരുന്നു? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റിയറിംഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കയ്യിലാണെന്ന് ഓർക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ കമ്മിറ്റി ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലാഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, അതിന്റെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് കമ്മിറ്റികളെ പറ്റിയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയില്ല, എപ്പോഴും ചോദ്യം വരുന്ന കമ്മിറ്റികളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേറെയും കുറച്ച് കമ്മിറ്റികളുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ ഭാഗങ്ങളിൽ നിന്ന് അധികം ചോദ്യം വന്ന് കണ്ടിട്ടുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാ ഡിബേറ്റ്സ് എല്ലാം കഴിഞ്ഞ് 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചു. ഓക്കെ, ഈ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1946 നവംബർ 26. ഈ നവംബർ 26 എന്താ? ഭരണഘടനാ ദിനമാണ്. ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26 എന്ന് പറയുന്നത്. ഓക്കെ, സോ 1949 നവംബർ 26 ആണ് ഭരണഘടന അംഗീകരിച്ച ദിവസം. ഓക്കെ,
അതേപോലെ സഭയുടെ അവസാനത്തെ സമ്മേളനം എപ്പോഴാണ് നടന്നത്? 1950 ജനുവരി 24. ഓക്കെ, നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. അവസാനത്തെ സമ്മേളനം നടന്നത് ജനുവരി 24 1950 ജനുവരി 24. ഓക്കെ, ഈ ജനുവരി 24 അംഗങ്ങൾ, ഭരണഘടനാ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. അതേപോലെ തന്നെ ഈ ജനുവരി 24 ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ ദേശീയ ഗാനമായി ജനഗണമനയെയും അതേപോലെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തിനെയും അംഗീകരിച്ച ദിവസമാണ് ജനുവരി 24, 1950 ജനുവരി 24. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ വന്ദേ മാതരത്തിനെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. കാരണം കുറച്ച് ദിവസം മുമ്പ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു 150 ഇയേഴ്സ് ഓഫ് വന്ദേ മാതരം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. അതായത് വന്ദേ മാതരം എഴുതപ്പെട്ടിട്ട് 1875 എഴുതപ്പെട്ടിട്ട് ഇന്നേക്ക് 150 വർഷങ്ങൾ കഴിഞ്ഞു. സോ വന്ദേ മാതരം ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വരാം വന്ദേ മാതരത്തെ പറ്റി. ഓക്കെ, വന്ദേ മാതരം അച്ചടിച്ച നോവല് ആനന്ദമഠമാണ്. എഴുതിയത് നിങ്ങൾക്കറിയാം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അതേപോലെ ഇതിന് ട്യൂൺ നൽകിയതും ആദ്യമായിട്ട് പാടിയതും ടാഗോർ ആണ്. അത് ഏത് സമ്മേളനത്തിലാണെന്നും കൂടി അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ഇതിന് ട്യൂൺ നൽകി ആദ്യമായിട്ട് ഇത് ആലപിച്ചത്. ആ ഡേറ്റും കൂടി ഒന്ന് ഓർത്തിരിക്കുക. വന്ദേ മാതരം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അതിൻ്റെ 150 വർഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നവംബർ 26 അംഗീകരിച്ചു. ജനുവരി 24 എല്ലാവരും ഭരണഘടനയിൽ ഒപ്പുവെച്ചു. അതിനുശേഷം ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26. ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ. സോ 1950 ജനുവരി 26 ഇന്ത്യ എന്തായി? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആയി മാറി. ഓക്കെ, ഈ ഡേറ്റ് നിങ്ങൾക്ക് എന്തായാലും അറിയാം, ജനുവരി 26. സോ അങ്ങനെ ഓർത്തിരിക്കുക. ഈ 3 ഡേറ്റുകളും നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇത്രയും പറഞ്ഞതിൽ ഞാൻ കുറച്ചധികം ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി കേൾക്കുക, നല്ലോണം റിവിഷൻ ചെയ്യുക. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിക്കുമ്പോൾ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ആമുഖത്തിനെ പറ്റി നോക്കാം. ആമുഖത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് എപ്പോഴാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 മൂന്നാമത്തെ സമ്മേളനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മുടെ ആമുഖം ഭരണഘടന ആരംഭിക്കുന്നത്, തുടക്കത്തിലാണല്ലോ ആമുഖം. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. നമ്മുടെ NCERT SCERT ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, ആമുഖം കൊടുത്തിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വാചകത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ അധികാര സ്രോതസ് ആർക്കാ? ജനങ്ങളിലാണ്. നമ്മൾ ഡെമോക്രസി ആണല്ലോ, ജനങ്ങൾക്കാണ് അധികാരം. സോ ഇതിന്റെ അധികാര സോഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഓക്കെ ഓക്കെ, അതേപോലെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരു തീയതി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, 1949 നവംബർ 26. എന്താ? നമ്മുടെ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടന അംഗീകരിച്ച ദിവസം, ഭരണഘടനാ ദിനം നവംബർ 26 ഞാൻ പറഞ്ഞു. സോ അംഗീകരിച്ച ദിവസമാണ് ഈ ഡേറ്റ്. ഈ ഡേറ്റ് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡേറ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളാണ് സോവറിൻ. നമ്മളെന്താ? പരമാധികാര രാജ്യമാണ്. നമ്മുടെ ഇന്റേണൽ അഫയേഴ്സിൽ തീരുമാനം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യത്തെ ഇടപെടാൻ നമ്മൾ അനുവദിക്കാറുമില്ല. സോ നമ്മളൊരു സോവറിൻ കൺട്രിയാണ്. ഓക്കെ, അതേപോലെ സോഷ്യലിസ്റ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം പിന്തുടരുന്ന കൺട്രിയാണ്. ഓക്കെ, റഷ്യയിലുള്ള പോലെ കമ്മ്യൂണിസം അല്ല, ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് നമ്മൾ പിന്തുടരുന്നത്. അതേപോലെ നമ്മളൊരു സെക്യുലർ രാജ്യമാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റിന് ഒരു മതമില്ല. ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാന്റെ ഫുൾ നെയിം എന്താ? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണ്. ഓക്കെ, സ്റ്റേറ്റ് തന്നെ ഒരു മതം ഉണ്ടെന്ന് പറയുന്നതാണ് പാകിസ്ഥാന്റെ അവിടെ. നമ്മുടെ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അതാ നമ്മളെന്താ? സെക്യുലർ ആണ്. നമ്മുടെ സ്റ്റേറ്റിന് ഒരു മതവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് സെക്യുലർ ആണ് നമ്മൾ.
ഈ വേർഡൊക്കെ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആമുഖം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ എല്ലാവരും. അതേപോലെ നമ്മൾ എന്താ ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്കാണ് അധികാരം, നമ്മളാണ് എലക്ട് ചെയ്ത അധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. അതേപോലെ നമ്മൾ റിപ്പബ്ലിക്കും ആണ്. റിപ്പബ്ലിക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ഹെഡ് ആണ്. നമ്മൾ മൊണാർക്കിയൽ അല്ല, രാജഭരണമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, എലക്റ്റഡ് ഹെഡ് ആണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, സോ വി ആർ റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇനി ആമുഖത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ഞാൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. ഓക്കെ, ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായി മാറിയത്. എപ്പോഴാണ് അവതരിപ്പിച്ചത്? ഡിസംബർ 13 അഥവാ മൂന്നാമത്തെ സമ്മേളനത്തിൽ നെഹ്റു അവതരിപ്പിച്ചത്. ഓക്കെ, അംഗീകരിച്ചത് ജനുവരി 22, 1947 ജനുവരി 22 ഡേറ്റുകൾ ഓർത്തിരിക്കണേ. ഓക്കെ, അതേപോലെ സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന്. അതേപോലെ അമേരിക്കയിൽ നമ്മൾ കടമെടുത്ത മറ്റൊരു കാര്യം എന്താ? മൗലിക അവകാശങ്ങൾ. ഇതൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ ഓക്കെ അതേപോലെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ഇത് നമ്മൾ കടമെടുത്തിട്ട് ഇവിടുന്ന് റഷ്യയിൽ നിന്നാണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് കടമെടുത്ത ആശയമാണത്. ഓക്കെ, അതേപോലെ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ആമുഖം ഒരു തവണ മാത്രമേ ഇതുവരെ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, ആമുഖം ഭേദഗതി ചെയ്യാൻ സാധിക്കും. അത് ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. എപ്പോഴാ? 42nd അമെന്റ്മെന്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 42nd അമെന്റ്മെന്റ് 1976 ഇന്ദിരാഗാന്ധി സർക്കാരായിരുന്നു ഇത് ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത്. ഭേദഗതി ചെയ്തിട്ട് എന്ത് ചെയ്തു? 3 വേർഡ്സ് കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഇങ്ങനെ 3 വേർഡ്സ് അവര് കൂട്ടിച്ചേർത്തു. ഒരു തവണ മാത്രമേ അമെന്റ് ചെയ്തുള്ളൂ എന്ന് ഓർക്കുക, അമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഓർക്കുക. അതേപോലെ ഏത് അമെന്റ്മെന്റിലാണെന്നും കൂടി ഓർക്കുക. 42nd അമെന്റ്മെന്റ് ആണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു അമെന്റ്മെന്റ് ആണ്. ഞങ്ങൾ ഇതിന്റെ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ആമുഖത്തിനെ പലരും പലതരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കണം, അതും ചോദ്യം വരാറുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ.എ. പാൽക്കിവാലയാണ്. എൻ.എ. പാൽക്കിവാല, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മുടെ ആമുഖത്തിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് എൻ.എ. പാൽക്കിവാലയാണ്. അതേപോലെ ഭരണഘടനയുടെ ജാതകമാണ് എന്ന് പറഞ്ഞത് ആരാ? കെ.എം. മുൻഷി. ഓക്കെ, കെ.എം. മുൻഷി നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞു. ഏതിലാ പറഞ്ഞത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ കൂടിയാണ്. കെ.എം. മുൻഷി പറഞ്ഞത് ഭരണഘടനയുടെ ജാതകമാണ് എന്ത്? നമ്മുടെ ആമുഖം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ. ഓക്കെ, കുറച്ച് വിശേഷണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അതേപോലെ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ താക്കോല് എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവയാണ്. പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ. ഓക്കെ ഓക്കെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത് ആരാ? ജവഹർലാൽ നെഹ്റു. എന്തിനാ പറഞ്ഞേ? ആമുഖത്തിനെയാണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. കാരണം അംബേദ്കർ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32-നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 32-നെയാണ് വിശേഷിപ്പിച്ചത്, അംബേദ്കറുമാണ്. ഓക്കെ, ഇവിടെ ജവഹർലാൽ നെഹ്റു എന്തിനാ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ആത്മാവെന്ന്? എന്തിനെയാ? ആമുഖത്തിനെയാണ്. ഓക്കെ, പ്രിയാമ്പിളിനെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആ തുടക്കത്തിൽ ഞാൻ കാണിച്ച ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. എന്ത്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയല്ലേ? ശരിയാണ്. എപ്പോഴാണ് അവതരിപ്പിച്ചത്? മൂന്നാമത്തെ സമ്മേളനത്തിലാണ്. 1946 ഡിസംബർ 13-നാണ്. 13-ന്. ഓക്കെ, ആദ്യത്തെ സമ്മേളനം നടന്ന എപ്പോഴാണ്? ഡിസംബർ 9-നാണ്. രണ്ടാമത്തെ സമ്മേളനം ഡിസംബർ 11-നാണ്. മൂന്നാമത്തെ സമ്മേളനമാണ് ഡിസംബർ 13-ന്. മൂന്നാമത്തെ സമ്മേളനത്തിലാണ് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, അത് രണ്ടും ശരിയാണെന്ന് മനസ്സിലായി.
ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇത് ശരിയാണോ? ശരിയാണോ? അല്ല. ആരാ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്? സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായിട്ട് എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? രണ്ടാമത്തെ സമ്മേളനത്തിൽ. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. ഇത് തെറ്റാണെന്ന് മനസ്സിലായി. തെറ്റാണ്. ഓക്കെ. ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആണോ? അല്ല. അംബേദ്കർ എന്താ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അംബേദ്കർ. ഭരണഘടനാ ഉപദേശകൻ BN റാവു ആണ്. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 1 and 2. അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ശരിയായത് ചോദിക്കാം, ചിലപ്പോൾ തെറ്റായ പ്രസ്താവനകളും ചോദിക്കാം. നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ലേ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയല്ലേ? ശരിയാണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ സമ്മേളനം ഡിസംബർ 9. ഓക്കെ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാ? 207. ഇത് ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ 207 പേര് പങ്കെടുത്തു. ഓക്കെ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 ആണോ? അല്ല. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ സമ്മേളനത്തിൽ 9 വനിതകൾ പങ്കെടുത്തു. ഓക്കെ, 9 വനിതകൾ. അപ്പൊ ഇത് മാത്രം ഇതിൽ തെറ്റാണ്. ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് ഭാഗത്ത് നിന്ന് എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിക്കുന്നത്, അവരുടെ എണ്ണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇതുപോലത്തെ നമ്പേഴ്സ് തരാം. സോ നമ്പേഴ്സും ആ ഡേറ്റും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം എന്താ? എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. എയും ബിയും ശരി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് എന്താ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അംബേദ്കർ ആണോ അധ്യക്ഷൻ? അധ്യക്ഷൻ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അംബേദ്കർ ഏതിന്റെ അധ്യക്ഷനായിരുന്നു? ചെയർമാൻ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റി. ഓക്കെ. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും വായിക്കാനും സോൾവ് ചെയ്യാനും നമുക്ക് സമയം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ശരിയാണ് വേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഒന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തേക്കുക. ബി എലിമിനേറ്റ് ചെയ്തു. ഡി എല്ലാം ശരി എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്തു. എ 1 2 3 എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്തു. 1 ഉള്ളതെല്ലാം നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയോ? എത്തി. സോ എക്സാമിന് നിങ്ങൾ മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ അതങ്ങനെ സോൾവ് ചെയ്തേക്കുക. ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും ഒന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ശരിയല്ലേ? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞു. എവിടുന്ന സമ്മേളനം നടന്നേ? ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. കൽക്കട്ടയിലല്ല. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അവിടുന്ന്. ചിലപ്പോൾ എക്സാം ഹാളെന്ന് നിങ്ങൾ വിചാരിക്കും ബ്രിട്ടീഷ് സമയത്ത് കൽക്കട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല, എവിടെ ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, നടന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ഇത് ശരിയല്ലേ? അതെ. ഈ ഡേറ്റ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ഡേറ്റിനെ പറ്റി നമ്മുടെ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് 1949 നവംബർ 26. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണിത്. ഓക്കെ. അപ്പോൾ 2ഉം 4ഉമാണ് ശരി. ഒന്ന് തെറ്റാന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സാം ഹാളിൽ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക, അലയൻസസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി അടിയിലൊരു ലൈൻ ഇട്ടേക്കുക. പേപ്പറിൽ വരക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് ശരിയോ തെറ്റോ എന്നുള്ളത് തെറ്റിപ്പോവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ശരിയല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. MN റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം. ഓക്കെ. ഇത് മലയാളം ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്സ്. ഇതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്. ഇത് ഡിഗ്രി ലെവൽ ചോദ്യമാണ്. അതുകൊണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. അത് ശരിയാണല്ലോ? അതെ. MN റോയെ പറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. മാനവേന്ദ്രനാഥ് റോയ്. ഓക്കെ.
അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു. ശരിയല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇപ്പൊ എത്ര ക്വസ്റ്റ്യനിൽ വന്നു നോക്കിയേ, വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതെ, ശരിയാണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു. ശരിയാണോ? അതെ. ആദ്യത്തെ സമ്മേളനം 9, രണ്ടാമത്തെ സമ്മേളനം 11, മൂന്നാമത്തെ 13. ഇങ്ങനെ രണ്ട് ചേർത്തങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഡോക്ടർ BR അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിച്ചു. എന്താ, ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിലെ ഉത്തരം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മളോട് ചോദിച്ചത്? ശരിയല്ലാത്തത് ഏതാ? ശരിയല്ലാത്തത് ഇതാണ് ശരിയല്ലാത്തത്. ഓക്കെ. അപ്പൊ ഈ അംബേദ്കർ, അതേപോലെ ക്യാബിനറ്റ് മിഷൻ, ഇതൊക്കെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് ഇനി കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഒരിക്കലും അത് വന്നാൽ നമുക്ക് തെറ്റിപ്പോവാൻ പാടില്ല. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സാക്ട് ഡേറ്റ്. എപ്പോഴാണ് അംഗീകരിച്ചേ? ഞാൻ പറഞ്ഞു, നമ്മുടെ ആമുഖത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് നവംബർ 26, 1949. ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ. അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ. ഓക്കെ. നവംബർ 26, 1949 ആണ് ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എപ്പോഴാ? അതായത് നിലവിൽ വന്നത് എപ്പോഴാ? ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇതുപോലെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും പോളിറ്റിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ശരി. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂട്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയാ? റിട്ടുകളെ പറ്റിയാ. റിട്ടുകൾ. ഇതും സ്ഥിരമായിട്ട് വരാറുന്ന ചോദ്യമാണ്. ഒരു മാർക്ക് റിട്ടിൽ നിന്നുണ്ടാവും. കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. റിട്സ്, റിട്ടുകൾ. എന്താ റിട്ടുകൾ എന്ന് വെച്ചാൽ? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള കൽപ്പനകളാണ് റിട്ടുകൾ. ഓക്കെ. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ എപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാം. അത് സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന കൽപ്പനകളാണ് എന്ത്? റിട്ടുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന കൽപ്പനകളാണ് റിട്ടുകൾ. ഓക്കെ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 32-ലും ഹൈക്കോടതിയുടെ പറയുന്നത് ആർട്ടിക്കിൾ 226-ലുമാണ്. ഇത് നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല, കൃത്യമായിട്ട് ഓർക്കണം. സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32-ലും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226-ലുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. ഹൈക്കോടതി ഓർക്കുമ്പോൾ 226 ഓർക്കുക, സുപ്രീം കോടതി 32 ഓർക്കുക. ഓക്കെ. അതേപോലെ തന്നെ റിട്ട് നമ്മൾ സോഴ്സ് ചെയ്തിരിക്കുന്നത് എവിടുന്ന? ബ്രിട്ടൻ എന്നാണ്. ഞാൻ സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ട് സോഴ്സ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണ്. ഓക്കെ. അതേപോലെ ഞാൻ ആർട്ടിക്കിൾ 32 പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹേർട്ട് ആൻഡ് സോൾ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് നമ്മുടെ മൗലിക അവകാശം ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിനെ അംബേദ്കർ എന്ത് വിളിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്. ഓക്കെ. ഇനി നമുക്ക് റിട്ടുകൾ ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യയിലാകെ 5 റിട്ടുകളാണ് ഉള്ളത്. 5 തരം റിട്ടുകൾ. 5. ഓക്കെ. ഓക്കെ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇത് നിങ്ങൾ സിനിമയിലും അല്ലെങ്കിൽ പത്രം വായിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിച്ചു കോടതി. എന്താ ഹേബിയസ് കോർപ്പസ്? അർത്ഥം ശരീരം ഹാജരാക്കുക, ടു ഹാവ് ദ ബോഡി. അതാണ് ഹേബിയസ് കോർപ്പസ് എന്ന വേർഡിന്റെ മീനിങ്. ശരീരം ഹാജരാക്കുക. അതായത് ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് വിട്ടുകിട്ടാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മനസ്സിലായല്ലോ. ഓക്കെ. അതായത് നമ്മൾ ഒരാളെ തടവ് ചെയ്തു, ആ തടവ് നിയമവിരുദ്ധമാണെന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം ആ വ്യക്തിയെ മോചിപ്പിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ. അത് നിയമവിരുദ്ധമായ തടവിന് മാത്രമാണ്. നിയമപരമായി ഒരാളെ ജയിലിലിട്ടതിന് നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഓക്കെ. നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഓർക്കണേ. നിയമവിരുദ്ധമായിട്ട് നമ്മൾ ഒരാളെ തടങ്കലിൽ വെച്ച് കഴിഞ്ഞാലാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ.
ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴയതുമായ ഒരു റിട്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ റിട്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹെബിയസ് കോർപ്പസ് ആണ്. ഇത്രയും കാര്യം ഈ റിട്ടിനെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഓക്കെ. നിങ്ങൾ ആരെയും അന്യായമായി തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് കോടതിയിൽ പോകാൻ പറ്റും. കോടതി അപ്പോൾ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കും. ഓക്കെ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് ഇത് നിങ്ങൾ എന്താ ഓർക്കുക? വി കമാൻഡ്. മാൻഡമസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് അതിന്റെ അർത്ഥം വി കമാൻഡ്. ഓക്കെ. ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങൾ കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? ഒരു പൊതു ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ അത് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഓക്കെ. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പബ്ലിക് ഒഫീഷ്യൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ കോടതി അദ്ദേഹത്തോട് പറയും, കോടതി കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? അത് ചെയ്യാൻ, ആ ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ വേണ്ടി കോടതി കൽപ്പിക്കും. ഇതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ. മനസ്സിലായല്ലോ? ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ റിട്ട് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഓക്കെ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയോട് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാൻഡമസ് എന്നുള്ള ഒരു റിട്ട് രാഷ്ട്രപതിക്കെതിരെയോ ഗവർണർക്കെതിരെയോ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അത് ഓർത്ത് വെക്കണേ. ഓക്കെ. അതേപോലെ തന്നെ മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യ വ്യക്തിയോടോ സ്വകാര്യ സ്ഥാപനത്തോടോ നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ചുമ്മാ പറയാൻ പറ്റില്ല. ഓക്കെ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുമ്പോഴാണ് പൊതു ഉദ്യോഗസ്ഥനോടാണ് ഇത് പറയാൻ സാധിക്കുക. ഓക്കെ. അത് മനസ്സിലായല്ലോ? മാൻഡമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കമാൻഡ് എന്ന് ഓർമ്മ വരണേ. വി കമാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ആണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ അതിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. പ്രൊഹിബിറ്റ് ചെയ്യുക, എന്താ? തടയുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ. എന്താ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? കീഴ്ക്കോടതികൾ തങ്ങളുടെ അധികാര പരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നത് തടയുന്നതിനായി ഹയർ കോർട്ട് പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ. ഓക്കെ. അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം, വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേ കൊടുക്കുന്ന പോലെ. ഓക്കെ. നിങ്ങൾ അധികാര പരിധി ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അപ്പോൾ അത് തടയാൻ വേണ്ടി കോടതി ഒരു സ്റ്റേ കൊടുക്കുന്നത്, ഹയർ കോടതി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. ഓക്കെ. മറ്റൊന്നാണ് സെർഷ്യോറി. സെർഷ്യോറി ഇതിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ്. ഇങ്ങനെ ഓർത്തു വെക്കുക. ഇവിടെ വേർഡ് തന്നെ ഉണ്ടല്ലോ സെർഷ്യോറി. സർട്ടിഫൈഡ്. ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കുക, വിവരങ്ങൾ അറിയിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. അതായത് കീഴ്ക്കോടതികളുടെ വിധി വന്നു കഴിഞ്ഞു, വിധി റദ്ദാക്കാനോ അല്ലെങ്കിൽ കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനോ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോറി. അതേപോലെ ഇതിന്റെ പ്രത്യേകത, ഇത് വിധി വന്നതിന് ശേഷമാണ് പുറപ്പെടുവിക്കുന്നത്. നേരത്തെ എന്താ ഞാൻ പറഞ്ഞേ? വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത്? പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കുന്നത്. ഇതോ വിധി വന്നതിന് ശേഷമാണ്. പോസ്റ്റ്മോർട്ടം. ഇപ്പോഴാണ് മരിച്ചു കഴിഞ്ഞാലേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. വിധി വന്നതിന് ശേഷമാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ആണ് കോ വാറന്റോ. കോ വാറന്റോ എന്താ? ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. കോ എന്താ എന്ന് മനസ്സിലൊന്നും ചിന്തിക്കുക. അങ്ങനെ കോ വാറന്റോ എന്തധികാരത്തിൽ, ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ് എന്നാണ് കോ വാറന്റോ റിട്ട്. എന്താ? അർഹതയില്ലാത്ത ഒരാൾ അന്യായമായി ഒരു പൊതുസ്ഥാനം കൈവശം വെക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന റിട്ട്. ഓക്കെ. അതായത് ഒരു പബ്ലിക് ഓഫീസ്, ഒരു പഞ്ചായത്ത് ഓഫീസ്, അർഹതയില്ലാത്ത ഒരുത്തിനും പോയി അവിടെ ഇരിക്കുന്നത്, താൻ എന്തിനാണോ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്തധികാരത്തിൽ, ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. ഓക്കെ. ഓക്കെ. ഈ റിട്ട് ഫയൽ ചെയ്യാൻ ബാധിക്കപ്പെട്ട വ്യക്തി തന്നെ വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം. ഓക്കെ. മനസ്സിലായല്ലോ? റിട്ടുകൾ വളരെ എളുപ്പമല്ലേ? അതിന്റെ നെയിം, ആ അർത്ഥം ജസ്റ്റ് ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. അതേപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് കൂടി പറയാം. റിട്ട് അധികാരത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ അധികാരം ഹൈക്കോടതിക്കാണ്. ഓക്കെ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾ തെറ്റാന്ന് വിചാരിക്കരുത്. കൂടുതൽ അധികാരം സുപ്രീം കോടതിയല്ലേ, അതല്ലേ വലുത് എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം സുപ്രീം കോടതിക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശത്തിന്റെ ലംഘനത്തിന് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. എന്നാൽ ഹൈക്കോടതിക്കാണെങ്കിൽ മൗലികാവകാശ ലംഘനങ്ങൾക്ക് മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് നിയമപരമായ അവകാശങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്ക് കഴിയും? ഹൈക്കോടതികൾക്ക് കഴിയും. ഓക്കെ. അതുകൊണ്ട് തന്നെ റിട്ട് അധികാരത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ അധികാരം ഹൈക്കോടതിക്കാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ?
ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾക്ക് മാത്രമല്ല മറ്റ് നിയമപരമായ അവകാശങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് സാധിക്കും. എന്നാൽ സുപ്രീം കോടതി നമുക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനം ഉണ്ടായാലും മാത്രമേ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. എന്നാൽ അതേപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആർക്കാണ് കൂടുതൽ എന്ന് വെച്ചാൽ ആർക്കാ? അത് സുപ്രീം കോടതിക്കാണ്. ഓക്കെ, അതായത് സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവനും എവിടെയുള്ള ഇതിനും റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും. എന്നാൽ ഹൈക്കോടതികൾക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകളിലെ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കാണ് കൂടുതൽ. എന്നാൽ റിട്ട് അധികാരത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ അധികാരം ഹൈക്കോടതിക്കാണ്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? സംസ്ഥാനമോ ഏതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായ തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ഏതാ? ഹേബിയസ് കോർപ്പസ്. ഓക്കെ, മാൻഡമസ് എന്താ? വി കമാൻഡ്, നമ്മൾ കൽപ്പിക്കുന്നു, അത് ചെയ്യൂ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ബോഡിയോട്. ഇതുപോലെ അതിന്റെ നെയിം, ആ നെയിമിൽ വരുന്ന ആ സാമ്യതയൊക്കെ വെച്ച് നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരുന്നാൽ റിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങൾ. ഇതൊരു വലിയ ടോപ്പിക്കാണ്. എന്നാൽ ഇവിടുന്ന് സ്ഥിരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചില ആർട്ടിക്കിൾസ് മാത്രം ചോദിക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ഭാഗം 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആദ്യത്തെ ഒരു 5 പാർട്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പാർട്ട് 1 എന്താ? യൂണിയൻ ആൻഡ് ടെറിട്ടറി ആണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതേപോലെ പാർട്ട് 4 DPSP അഥവാ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4A എന്താ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണേ പാർട്ട്. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. 12 to 35. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക, മൗലികാവകാശങ്ങളാണ്. അതേപോലെ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശം കടമെടുത്തത്. ആമുഖം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത് കടമെടുത്തിരിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, ആകെ മൗലികാവകാശങ്ങൾ നിലവിൽ നമുക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ട്. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. നേരത്തെ അമെൻമെന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 44th അമെൻമെന്റിൽ സ്വത്തവകാശം എന്ന മൗലികാവകാശം എടുത്തു കളഞ്ഞു. സ്വത്തവകാശം പിന്നീട് ഒരു ലീഗൽ റൈറ്റ് ആണ് ഇപ്പോൾ നമുക്ക്. ഓക്കെ, അപ്പൊ നിലവിൽ നമുക്ക് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് വെച്ചാൽ 6 മൗലികാവകാശങ്ങൾ. ഓക്കെ, ഏതൊക്കെയാ 6 എണ്ണം? ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, അതേപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. അതേപോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഞാൻ നേരത്തെയും പറഞ്ഞു ആർട്ടിക്കിൾ 32. ഇതിനെയാണ് അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 40 എന്താ? 14 ഇക്വാലിറ്റി ആണ് പറയുന്നത്. നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ഓക്കെ, റേസ്, കാസ്റ്റ്, സെക്സ് ഇങ്ങനെയൊന്നും വേർതിരിക്കാൻ പാടില്ല, നമ്മളെല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 അതേപോലെ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഇത് എപ്പോഴും ചോദ്യം വരാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരാറുണ്ട്, ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. ഓക്കെ, അതേപോലെ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 എന്താ? 6 തരം സ്വാതന്ത്ര്യങ്ങൾ. ഏതൊക്കെയാ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനും സംഘം ചേരാനും സഞ്ചരിക്കാനും തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. മാധ്യമ സ്വാതന്ത്ര്യം, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെയാ? ആർട്ടിക്കിൾ 19 ഓക്കെ, ആർട്ടിക്കിൾ 19 6 തരം സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള സംരക്ഷണം പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 20 ആണ്. നിങ്ങൾ കുറ്റവാളിയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മൗലികാവകാശങ്ങളുണ്ട്. ഓക്കെ, കുറ്റം ചെയ്താലും, നിങ്ങളല്ല കുറ്റം ചെയ്താൽ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പറയുന്നത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21. അതേപോലെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 21A എന്താ? എലമെന്ററി എഡ്യൂക്കേഷൻ. ഓക്കെ,
ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21A എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓക്കെ, അത് 86 ഭേദഗതിയിലാണ്. അമെൻമെന്റ് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആർട്ടിക്കിൾ 22 എന്താ? അറസ്റ്റിൽ നിന്നും ഡിറ്റൻഷനിൽ നിന്നും തടങ്കൽ, അറസ്റ്റ് അല്ലെങ്കിൽ തടങ്കലിൽ നിന്നുള്ള സംരക്ഷണം, അതാണ് ആർട്ടിക്കിൾ 22. ഓക്കെ, അന്യായമായ അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നുമുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 22. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ മാത്രമേ കൂടുതൽ പറയുന്നുള്ളൂ. അതാ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആർട്ടിക്കിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 24 എന്താ? പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, ബാലവേല നിരോധനത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഈ ആർട്ടിക്കിൾ പ്രകാരം കുട്ടികളെ ഫാക്ടറി, ഖനി എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നത് തടയുന്നു. ഓക്കെ. ആർട്ടിക്കിൾ 25 എന്താ? ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 25 പറയുന്നത് മതം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 25ലാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 32 ഞാൻ പലതവണ പറഞ്ഞു. മൗലികാവകാശം, നിങ്ങളുടെ മൗലികാവകാശം നിങ്ങൾക്ക് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൗലികാവകാശം ഇതിൽ ഏതെങ്കിലും പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 32ലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 31 ആയിരുന്നു എന്ത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് പിന്നീട് 44th എടുത്തു കളഞ്ഞു. ഇപ്പോൾ ലീഗൽ റൈറ്റ് ആണ്, 300A ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ 32 പ്രകാരമാണ് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഓക്കെ, ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ ഇത്രയും ഭാഗം? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് എമർജൻസി, അടിയന്തരാവസ്ഥ. ഓക്കെ, എന്താ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആ സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അധികാരമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, എമർജൻസി സിനിമയൊക്കെ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതായത് എന്തെങ്കിലും അസാധാരണമായ സാഹചര്യങ്ങൾ വന്നാൽ നേരിടാനുള്ള ഒരു പ്രത്യേക അധികാരമാണ് അടിയന്തരാവസ്ഥ. ഓക്കെ, അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ട് 18ലാണ്. പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ട് 18ലാണ്. ഓക്കെ, ആർട്ടിക്കിൾസോ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 352 to 360. ഓക്കെ, അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം. എന്നാൽ അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കാം എന്ന് പറയുന്ന കാര്യം നമ്മൾ സോഴ്സ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അടിയന്തരാവസ്ഥ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഓക്കെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഓക്കെ, 3 തരം അടിയന്തരാവസ്ഥകളുണ്ട്. ഏതൊക്കെയാ? നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 352ലാണ്. 352. പിന്നെ സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ ചില സ്റ്റേറ്റിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അതാണ് സ്റ്റേറ്റ് എമർജൻസി. അത് ആർട്ടിക്കിൾ 356 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഓക്കെ, ആദ്യത്തെ 2 എമർജൻസികൾ പലതവണയായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതുവരെ ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് പ്രഖ്യാപിച്ചാലേ നമുക്ക് അറിയുള്ളൂ ഇത് വരുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നു. ഓക്കെ, ഇത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലേ. അതേപോലെ തന്നെ നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്കാണ് അധികാരം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, രാഷ്ട്രപതിക്കാണ് അധികാരം. എന്നാൽ രാഷ്ട്രപതിക്ക് അത് പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ ആവശ്യമാണ്. ഇത് 44ാം ഭേദഗതിയിൽ കൊണ്ടുവന്നൊരു പോയിന്റ് ആണ്. അതായത് രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം. എന്നാൽ രാഷ്ട്രപതിക്ക് തോന്നുമ്പോൾ ഇഷ്ടത്തിന് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ ക്യാബിനറ്റിന്റെ രേഖാമൂലമുള്ള ശുപാർശ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ഇത് 44th അമെൻമെന്റിൽ കൊണ്ടുവന്നതാണ്. കാരണം ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു ക്ലോസ് ഇല്ലായിരുന്നു. രാഷ്ട്രപതിക്ക്
അതായത് നമ്മുടെ ക്യാബിനറ്റിന്റെ രേഖാമൂലമുള്ള ശുപാർശ ഇല്ലാണ്ട് തന്നെയാണ് ആ സമയത്ത് ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ചത്. മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ. അപ്പോൾ ആ ഒരു ക്ലോസ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അടുത്ത അമെൻമെന്റിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ, മൊറാർജി ദേശായി ഗവൺമെന്റ് വന്നപ്പോൾ ഇങ്ങനെയൊരു ക്ലോസ് കൊണ്ടുവന്നത്. ഓക്കെ, സോ രേഖാമൂലമുള്ള ശുപാർശ കൊടുത്താൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതേപോലെ പാർലമെന്റ് ഒരു മാസത്തിനുള്ളിൽ ഇതിന് അംഗീകാരവും നൽകണം. ഓക്കെ, തുടർച്ചയായി 6 മാസം വീതം എത്ര കാലം വേണമെങ്കിലും ഇത് നീട്ടാം. 6 മാസം ആകുമ്പോൾ ഇങ്ങനെ അംഗീകാരം കൊടുത്ത് ഇത് എത്ര വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യുന്നവരെ. എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ദേശീയ അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. അടിയന്തരാവസ്ഥ നിലവിലുള്ളപ്പോൾ നാഷണൽ എമർജൻസി ഉള്ളപ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടാം. ഓക്കെ, അതേപോലെ ഞാൻ പറഞ്ഞു സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം അഥവാ സ്റ്റേറ്റ് എമർജൻസി ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബിലാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചത്, രാഷ്ട്രപതി ഭരണം വന്നത്. ആർട്ടിക്കിൾ ഏതാ? 356 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 356 ആണ് രാഷ്ട്രപതി ഭരണം. ഓക്കെ, കേരളത്തിൽ 7 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 തവണ. ഓക്കെ, മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സംസ്ഥാനം തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 365 പ്രകാരവും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധിക്കും. ഇതും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 365 പ്രകാരം, അതായത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർദ്ദേശം തന്നു പാലിക്കേണ്ട കാര്യങ്ങൾ, അത് ചെയ്യാതിരുന്നാലും 365 പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ ഒരു 2 ആർട്ടിക്കിൾ കൂടിയുണ്ട് ഈ ഭാഗത്ത്. എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരുന്ന 2 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 358. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 358? നമുക്ക് നോക്കാം. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും, താനെ റദ്ദാക്കപ്പെടുന്നു. ഇതിനായി രാഷ്ട്രപതി പ്രത്യേക ഉത്തരവ് ഇറക്കേണ്ടതില്ല. ഓക്കെ, ആർട്ടിക്കിൾ 358 പറ്റിയാണ് പറയുന്നത്. അതായത് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന കാരണം കൊണ്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 19, ആ 6 സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ഇതൊക്കെ 6 സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 358ലാണ്. ആർട്ടിക്കിൾ 358ലാണ്. ഓക്കെ, അതേപോലെ ഇത് നിങ്ങൾ ഓർക്കുക, വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന കാരണത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ. ഓക്കെ, അതേപോലെ ആംഡ് റെബല്യൻ എന്ന കാരണമാണ് അടിയന്തരാവസ്ഥ എങ്കിൽ 19 റദ്ദാക്കപ്പെടില്ല. ഓക്കെ, അതായത് നമുക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളാണ് ഒന്നുകിൽ വാർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ, അതല്ലെങ്കിൽ ആംഡ് റെബല്യൻ. ഓക്കെ, ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ സാധിക്കും. ഇതിൽ വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന കാരണം കൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആവും. ഓക്കെ, എന്നാൽ ആംഡ് റെബല്യൻ എന്ന കാരണം കൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു ആംഡ് റെബല്യൻ നടക്കുന്നുണ്ട്, ഈ കാരണം കൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടില്ല. ഓക്കെ, ഇതൊന്ന് ആർട്ടിക്കിൾ 358 പറയുന്നതാണ്. ആർട്ടിക്കിൾ 358 ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 359 ഇത് എന്തുമായി ബന്ധപ്പെട്ടതാ? മറ്റ് മൗലിക അവകാശങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഇതാ നമുക്ക് ആർട്ടിക്കിൾ 32 നമുക്കുണ്ടല്ലോ. ഓക്കെ, ഇത് രാഷ്ട്രപതിക്ക് റദ്ദാക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 359. ആർക്ക് റദ്ദാക്കാം? രാഷ്ട്രപതിക്ക് റദ്ദാക്കാം നാഷണൽ എമർജൻസിയുടെ സമയത്ത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇത് ഓട്ടോമാറ്റിക് അല്ല, രാഷ്ട്രപതി പ്രത്യേക ഉത്തരവ് ഇറക്കിയാൽ മാത്രമേ ഇത് നടപ്പിലാവൂ. ഓക്കെ, എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കാൻ കഴിയില്ല. ആർട്ടിക്കിൾ 20, 21 നേരത്തെ പറഞ്ഞു, ഇവ ഒരിക്കലും റദ്ദാക്കാൻ പാടില്ല. എന്ത് നാഷണൽ എമർജൻസി ഉണ്ടായാലും 20, 21 ഒരിക്കലും റദ്ദാവില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയുള്ളത് രാഷ്ട്രപതിക്ക് പ്രത്യേക ഓർഡറോടെ 359 പ്രകാരം റദ്ദാക്കാം. യുദ്ധം, വിദേശാക്രമണം, സായുധ കലാപം എന്നീ 3 സാഹചര്യങ്ങളിലും ഇത് ഉപയോഗിക്കാം.
ഇത് പ്രയോഗിക്കാം. ഓക്കെ. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ മൗലിക അവകാശങ്ങൾ പൂർണ്ണമായും റദ്ദാക്കപ്പെടുന്നില്ല. അതായത് നിങ്ങളുടെ അവകാശങ്ങൾ കിട്ടാൻ കോടതിയിൽ പോകാനുള്ള നിങ്ങളുടെ ആ ഒരു അവകാശം ഇവിടെ തടയപ്പെടും. ഓക്കെ, മനസ്സിലായല്ലോ. 358ഉം 359ഉം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടത്. അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. പിന്നെ കുറച്ച് പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കാൻ അധികാരമുള്ളത് ആർക്കാ? രാഷ്ട്രപതിക്കാണേ. ക്യാബിനറ്റിന്റെ റിട്ടേൺ ലെറ്റർ വേണം, രാഷ്ട്രപതിക്കാണ് അധികാരം. ഓക്കെ, അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത അവകാശങ്ങൾ 20ഉം 21ഉം കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. 20യും 21ഉം ഒരിക്കലും റദ്ദാക്കാൻ സാധിക്കില്ല. ഓക്കെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആദ്യം റദ്ദാക്കപ്പെടുന്ന അവകാശം 19 ആണ്. നേരത്തെ പറഞ്ഞു 358 പ്രകാരം വാർ എക്സ്റ്റേണൽ അഗ്രഷനിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആവും. ഓക്കെ, അതേപോലെ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ, അമെൻമെന്റ് വരുത്താൻ ആർക്കും അധികാരം? പാർലമെന്റിനാണ്. പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, സോ പൊളിറ്റിയുടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു പാർട്ടോടെ കവർ ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് പഠിക്കുക. പൊളിറ്റി എത്ര മാർക്കാണോ, ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് 8 മാർക്കാണെങ്കിൽ 8 മാർക്കും നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, ഡേറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പൊളിറ്റി ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, നിങ്ങൾക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത് തന്നെ വരും. താങ്ക് യു സോ മച്ച്.